Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമ്മൾ സൂറത്തു തൗബയിലെ 120-ാമത്തെ സൂക്തം ഓതി അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെറിയ വിധത്തിൽ അതൊന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഓതണ്ട, ഞാൻ ഓതിയാൽ വന്നില്ല. നമ്മൾ ഓതി അർത്ഥം പറഞ്ഞതാണല്ലോ, ഒന്ന് സമയം അങ്ങനെ ഉണ്ട്. മാ കാന ലി അഹ്ലിൽ മദീന, മദീനക്കാർക്ക് പാടുള്ളതല്ല, യോജിച്ചതല്ല എന്നും അർത്ഥം പറയാം. വമൻ ഹൗലഹും, അവരുടെ ചുറ്റുമുള്ളവർക്ക്, മിനൽ അയറാബി, അയറാബികളിൽ നിന്ന്. അയറാബികൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട്. അവർ നമ്മൾ നാട്ടുംപുറത്തേര് എന്നൊക്കെ പറയണ മാതിരിയുള്ള ഒരു വിഭാഗമാണത്. മരുഭൂമിയിൽ നഗരവുമായി ബന്ധമില്ലാതെ, നാഗരികതയുമായി അടുപ്പമില്ലാതെ, പരിഷ്കാരവുമായി സമ്പർക്കമില്ലാതെ, പരിഷ്കാരികളുമായി സമ്പർക്കമില്ലാതെ മരുഭൂമിയിൽ കഴിയുന്ന ആൾക്കാരാണ് നാടോടികൾ. അവർക്ക് നിശ്ചിതമായ പാർപ്പിടമൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ കുറച്ചു കാലം ഒരു സ്ഥലത്ത്, ഒരു വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് താമസിക്കും, തമ്പടിച്ച് താമസിക്കും. ആടും ഒട്ടകമൊക്കെയാണ് അവരുടെ ജീവിത മാർഗങ്ങൾ. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 5-6 മാസം കഴിഞ്ഞാൽ അവർ അവിടെ നിന്നൊക്കെ ഇട്ടെറിഞ്ഞ് പോകും, വേറെ എവിടെയെങ്കിലും പോയി തമ്പടിക്കും. ഇങ്ങനത്തെ ഒരു വർഗത്തിന് നാടോടികൾ എന്ന് നമ്മൾ പറയുക. അതാണ് അയറാബികൾ. ബദുവികൾ എന്ന് പറയും, ബദുക്കൾ. ഇത് നമ്മളൊക്കെ പറയും ബദുക്കൾ എന്നാണ്. അവരുടെ പെരുമാറ്റത്തിലൊക്കെ അതിൻ്റെ പരിക്കൻ സ്വഭാവം ഉണ്ടാകും. അപ്പോൾ അവരിലും മുഅ്മിനുകളുണ്ട്. അവർക്ക് വലിയ അറിവും വിദ്യാഭ്യാസവും സംസ്കാരവും പരിഷ്കാരവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കും പാടില്ലാത്തതാണ് യതഖല്ലഫു അൻ റസൂലില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്മാറൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറൽ. എന്താ സംഭവം? കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ പഠിച്ചു, വിശ്വാസികളെ നിങ്ങൾ മുത്തഖീങ്ങളാകണം, മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളാകണം. പിന്നെ അത് മാത്രം പോരാ, സ്വാദിഖീങ്ങളുടെ, സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളണം. അതെന്താണ് ഈ സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുക എന്ന് പറഞ്ഞാൽ? സത്യവാന്മാരിൽ മുമ്പൻ, ഒന്നാമൻ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉണ്ടാവേണ്ടത്. അദ്ദേഹം എങ്ങോട്ട് വിളിക്കുന്നുവോ, അദ്ദേഹം എങ്ങോട്ട് നയിക്കുന്നുവോ അതിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുക, പിന്മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ പിന്മാറുക എന്നുള്ളത് മദീനയിലുള്ളവരോ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ താമസിക്കുന്ന ബദുക്കളായിട്ടുള്ളവർക്കോ പറ്റുന്നതല്ല, യോജിച്ചതല്ല, മുഅ്മിനുകളുടെ സ്വഭാവമല്ല. അതാണ് മാ കാന ലി അഹ്ലിൽ മദീനത്തി വമൻ ഹൗലഹും മിനൽ അഅറാബി യതഖല്ലഫു അൻ റസൂലില്ലാഹ്. തഖല്ലഫ പിന്മാറുക എന്നാണ് അതിൻ്റെ അർത്ഥം. വലാ യർഗബു ബി അൻഫുസിഹിം, സ്വന്തത്തിന് മുൻഗണന കൊടുക്കാനും പാടില്ല, സ്വന്തത്തോട് താല്പര്യം കാണിക്കാനും പാടില്ല. അൻ റഫ്സിഹി, അദ്ദേഹത്തിൻ്റെ നഫ്സിനെ വിട്ട്, അദ്ദേഹത്തിൻ്റെ ജീവനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മാറ്റി നിർത്തിയിട്ട് സ്വന്തത്തിനോട് കൂടുതൽ താല്പര്യം ഇഷ്ടമുണ്ടാകാൻ പാടില്ല. അത് വിശ്വാസികളുടെ സ്വഭാവമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് കൂടുതൽ സ്നേഹിക്കുക? സ്വന്തത്തെയാണോ, സ്വന്തം ശരീരത്തെയാണോ? അല്ല. ഒന്നാമതായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ആദ്യം അള്ളയാണ്, അള്ളാഹ് സൃഷ്ടാവും സംരക്ഷകനും മഅ്ബൂദും എന്നുള്ള നിലക്ക് അള്ളാഹ്. പിന്നെ ദുനിയാവിൽ ആരാധ്യനായ അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ ആരെയാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക? അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. സ്വന്തം ജീവൻ വേണോ, റസൂലുള്ളാഹിൻ്റെ ജീവൻ വേണോ എന്ന് ചോദിച്ചാൽ ഒരു മുഅ്മിന് പറയാൻ കഴിയണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവൻ ബാക്കിയാവണം എന്ന്. അപ്പോൾ ഇവിടെ കണ്ടോ, റഗിബ ബി റഗിബ അൻ. റഗിബ അതിനോട് കൂടെ ബി എന്നോ ഫി എന്നോ ചേർന്ന് വന്നാൽ ഇഷ്ടപ്പെടുക, താല്പര്യപ്പെടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. റഗിബ ബി. ഇനി റഗിബ എന്നുള്ള വാക്കിൻ്റെ കൂടെ അൻ ചേർന്ന് വന്നാലോ, അപ്പോൾ അതിന് നേരെ എതിരർത്ഥം വെറുക്കുക എന്നാവും. ഇവിടെ നോക്കൂ, വലാ യർഗബു ബി അൻഫുസിഹിം. അപ്പോൾ എന്താകും അർത്ഥം? സ്വന്തത്തോട് താല്പര്യം കാണിക്കരുത്. ലാ എന്ന് വന്നുകൊണ്ടാണ് കാണിക്കരുത് എന്ന് വന്നത്. ലാ യർഗബു, അവർ താല്പര്യം കാണിക്കരുത്, ഇഷ്ടം കാണിക്കരുത്. ബി അൻഫുസിഹിം, സ്വന്തത്തോട്. അൻ നഫ്സിഹി, അപ്പോൾ റഗിബ അന്നായി. റഗിബാന്ന് മുമ്പിൽ വന്ന ഒരു വാക്കിനെ അന്ന് പടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഫ്സിനെ വിട്ടുകൊണ്ട്, അതിനോട് വെറുപ്പ് കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളോട് യോജിക്കാതെ സ്വന്തം താല്പര്യങ്ങളുടെ കൂടെ നിൽക്കാൻ പാടില്ല. അതാണ്. അതാർക്ക് പാടില്ല?
മദീനക്കാർക്കും മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ളവർക്കും പാടില്ല. ഇവിടെ സന്ദർഭത്തിൽ അവരെ സൂചിപ്പിച്ചെങ്കിലും വിശ്വാസി ഗണത്തിൽ പെടുന്ന ആർക്കും പറ്റുന്നത്, ആർക്കും പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈമാനിൽ സ്ഥാനമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വലാ യർഗബു ബി അൻഫുസിഹിം അൻ നഫ്സിഹി, അദ്ദേഹത്തിനെ അവഗണിച്ചുകൊണ്ടോ അദ്ദേഹത്തിൽ താല്പര്യം കാണിക്കാതെയോ സ്വന്തത്തോട് താല്പര്യം കാണിക്കാൻ പാടില്ല. അതാണ് ദാലിക. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് അള്ളാഹ് വെച്ചിരിക്കുന്നത്? ബി അന്നഹും ലാ യുസീബുഹും ലമഉൻ. പറഞ്ഞാൽ ദാഹം. അവർക്ക് ദാഹം ബാധിക്കുന്നില്ല. ഇസ്ലാമികമായ ഒരു യാത്രയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനുവദനീയമായ യാത്രയാണെങ്കിൽ പോലും ദാഹം. തബൂക്ക് യാത്രയാണ്, അതിൻ്റെ സന്ദർഭവും സാഹചര്യം അന്നത്തെ അവസ്ഥയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുടിക്കാൻ വെള്ളമില്ലാതെ ഒരു ഈത്തപ്പഴം ഈമ്പി വായിൽ വെള്ളമുണ്ടാക്കിയൊക്കെ പ്രയാസപ്പെട്ട അവർക്ക് ദാഹം ബാധിക്കുന്നില്ല. വല നസബുൻ ക്ഷീണവും വല മഹ്മസത്തുൻ വിശപ്പും ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വല യതഊന മൗത്തിഅൻ അവരൊരു പ്രദേശത്ത് കാലെടുത്ത് വെക്കുന്നില്ല, അല്ലെങ്കിൽ ചവിട്ടുന്നില്ല, അല്ലെങ്കിൽ ചുവട് വെക്കുന്നില്ല. യഗീലുൽ കുഫാറ കുഫാറുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കുഫാറുകൾക്ക് നിഷേധികൾക്ക് ശത്രുക്കൾക്ക് രോഷമുണ്ടാക്കുന്ന ഒരു ചുവടുവെപ്പും അവർ നടത്തുന്നില്ല. വല യനാലൂന മിൻ അദുവിൻ നൈലൻ ശത്രുവിൽ നിന്ന് അവർക്കൊരു നേട്ടവും കിട്ടുന്നില്ല. ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ് അതൊക്കെ സൽക്കർമ്മമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടുന്നതിന് ഇവരിൽ പലർക്കും ഉണ്ടായിരുന്ന വിമ്മിഷ്ടം അതെന്തുകൊണ്ടായിരുന്നു? ഒന്ന്, ചൂട് കാലം, നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ടാവും, ഭക്ഷണത്തിന് ആവശ്യമായ വകുപ്പുകളില്ല. പിന്നെ അവർക്ക് വിളവെടുപ്പ് അടുത്ത് വരികയാണ്, അത് നഷ്ടപ്പെടുത്തണം. പിന്നെ വാഹനമില്ല, സാമ്പത്തിക ശേഷിയില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടായൊരു പ്രയാസം. എന്നാൽ അള്ളാഹ് പറയുന്നത് നിങ്ങൾക്ക് ദാഹം സഹിക്കേണ്ടി വരും, നിങ്ങൾക്ക് വിശപ്പുണ്ടാകും, നിങ്ങൾക്ക് ക്ഷീണമുണ്ടാകും, നിങ്ങൾ ശത്രുക്കളെ പ്രകോപിപ്പിക്കുന്ന വിധം, അവരെ രോഷാകുലരാക്കുന്ന വിധം, അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടം നിങ്ങൾക്കുണ്ടാകും. അത് ചിലപ്പോൾ അവരുടെ ആയുധങ്ങളാകാം, അവരുടെ സമ്പത്താവാം, ശത്രുക്കളെ അടിമയാക്കി പിടിക്കാൻ കഴിയുന്നതാകാം, ആ ശത്രുക്കളുടെ പരാജയമാകാം. അതൊക്കെ നിങ്ങൾക്ക് നേടാനുള്ളതാണ്. അതുകൊണ്ടൊക്കെ എന്താ ഗുണം? നിങ്ങൾക്ക് സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടും. അതാണ് ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ്. അതുകൊണ്ടൊക്കെയും നിങ്ങൾ ദാഹിച്ചാൽ തന്നെ നിങ്ങൾക്ക് സൽക്കർമ്മമായി രേഖപ്പെടുത്തി. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങൾ ദാഹം സഹിക്കുന്നുണ്ടോ? അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് വിശപ്പുണ്ടായോ? അതിന് പ്രതിഫലമുണ്ട്. നിങ്ങൾ ശത്രുക്കൾക്ക് അരോചകമായ വിധത്തിൽ അവരുടെ ഭൂമിയിലേക്ക് കടന്നു കയറിയോ? അവരെ പരാജയപ്പെടുത്തിയോ? അവരിൽ നിന്ന് യുദ്ധത്തടവുകാരെ പിടിച്ചെടുത്തോ? അതുകൊണ്ട് നിങ്ങൾക്ക് ആ യുദ്ധത്തടവുകാരെ കിട്ടുന്നത് തന്നെ ഒരു സമ്പത്ത്. അതിൻ്റെ പുറമെ അല്ലാഹു തആല സൽക്കർമ്മമായി രേഖപ്പെടുത്തും. അതുകൊണ്ടാണ് വിശ്വാസികളായിട്ടുള്ള മദീനക്കാർക്കോ പരിസര പ്രദേശങ്ങളുള്ളവർക്കോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു കാര്യത്തിന് പുറപ്പെടേണ്ടി വന്നാൽ അതിൽ നിന്ന് പിന്മാറി നിൽക്കാൻ പാടില്ല. സ്വന്തത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന് അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. അതാണ് ദാലിക. എന്തുകൊണ്ടെന്നാൽ ബി അന്നഹും ലാ യുസീബുഹും ലമഉൻ അവർക്കൊരു ദാഹം ബാധിക്കുന്നില്ല, വല നസബുൻ ക്ഷീണവും, വല മഹ്മസത്തുൻ വിശപ്പും, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, വല യതഊന മൗത്തിഅൻ വതിഅ എന്താർത്ഥം? ചവിട്ടുക, മുന്നോട്ട് കാൽവെപ്പ് നടത്തുക, അല്ലെങ്കിൽ ഒരു പുതിയ പ്രദേശത്തേക്ക് കടന്നു കയറുക. അതാണ് വത്തിഅ എന്ന് പറഞ്ഞാൽ ചുവട് വെക്കുക. അവർ ചുവട് വെക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ചവിട്ടുന്നില്ല. മൗത്തിഅൻ ഒരു ചവിട്ടുന്ന സ്ഥാനത്തും. യഗീലു ഗൈല് പറഞ്ഞാൽ എന്താണ്? പ്രയാസമുണ്ടാക്കുക, മനക്ലേശമുണ്ടാക്കുക, അതൊക്കെയാണ് ഗൈല്. വെറുപ്പ് എന്ന് അതിനർത്ഥം പറയും. ശത്രുക്കൾക്ക് ക്ലേശമുണ്ടാക്കുന്ന അല്ലെങ്കിൽ രോഷമുണ്ടാക്കുന്ന, ഗൈലിന് രോഷം എന്ന് അർത്ഥമുണ്ട്. രോഷമുണ്ടാക്കുന്ന ഒരു പ്രദേശത്തും കുഫാർ, കാഫിർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് കുഫാർ. കാഫിറൂൻ എന്നും വരും, കുഫാർ എന്നും വരും. കുഫാർ എന്ന് സാധാരണഗതിയിൽ പ്രയോഗിക്കുക ശത്രുക്കളായ കാഫിറുകളെ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നിഷേധികളെ സംബന്ധിച്ച് കാഫിറൂൻ എന്ന് പറയും. ശത്രുക്കളായ നിഷേധികളാണെങ്കിലോ അവർ കുഫാറുകളാണ്.
അപ്പോൾ കുഫാറുകളെ പ്രകോപിപ്പിക്കുന്ന, അവരെ രോഷാകുലരാക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ ചവിട്ടൊന്നുമില്ല. വലാ യനാലൂന, നാല യനാലു പറഞ്ഞാൽ നേടുക. വലാ യനാലൂന, അവർ നേടുന്നുമില്ല. മിൻ അദുവിൻ, ശത്രുക്കളിൽ നിന്ന്, നെയ്ലൻ, ഒരു നേട്ടം. അതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ നേട്ടമാവാം? അത് സാമ്പത്തികമാകാം, അടിമകളെ യുദ്ധ തടവുകാരെ പിടിക്കലാവാം, അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കലാവാം. ഇങ്ങനെ ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ നേട്ടവും നേടുന്നുമില്ല. ഇല്ലാ കുത്തിബലഹും, അത് നേടിയവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ, അമലുൻ സ്വാലിഹുൻ, സൽക്കർമ്മമായി രേഖപ്പെടുത്തപ്പെടും. അപ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ടാൽ പ്രയാസങ്ങളുണ്ട്, അതോടൊപ്പം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങളുണ്ടാകും. എന്നാൽ അതൊക്കെയും നേടുന്നതോടൊപ്പം അല്ലാഹു തആല അതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയുള്ള സൽക്കർമ്മമായി രേഖപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പിന്മാറി നിൽക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് ഗുണകരമല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണ് നിങ്ങൾക്ക് ഗുണകരം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ലാ യുദീഉ, അവൻ പാഴാക്കുകയില്ല, അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനുകളുടെ, സുഹൃതികളുടെ, നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം അല്ലാഹു പാഴാക്കൂല. ആരാണ് ഈ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞാൻ പിന്മാറി നിന്നാൽ അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ മുന്നേറുകയാണെങ്കിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. എനിക്ക് അവനെ കാണാൻ സാധ്യമല്ല എന്നതു ശരി, എന്നാൽ അവൻ എന്നെ കാണുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്, എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളിൽ കാപ്പട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണണമെന്ന റിയാ, പ്രകടനപരത, അപ്പോൾ ആത്മാർത്ഥത ഉണ്ടാവും. അള്ളന്നെ അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയില്ല, നന്മയിൽ മുന്നേറാനും കഴിയും. അതാണ് മുഹ്സിൻ. അങ്ങനെയുള്ളവരുടെ പ്രതിഫലം അല്ലാഹു തആല പാഴാക്കുകയില്ല. എന്നൊന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ ആവർത്തിച്ച് പറയണത് എന്തിനറിയാം? നമ്മൾക്ക് ഓതുമ്പോൾ ഒന്നും മനസ്സിലായി കിട്ടുകയാണ്. അതിൻ്റെ ഒരു പുണ്യം എനിക്കും കിട്ടും, നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഗുണം ഖുർആൻ ഓതുമ്പോൾ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞൊരാഴ്ച നമ്മൾ പറഞ്ഞിരുന്നല്ലോ, കാണാതെ പഠിക്കണം എന്നതിൻ്റെ അർത്ഥം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് നമ്മളെ കാര്യമാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ഓരോരുത്തർക്കും സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഖുർആനെ നമുക്ക് മരണാനന്തരം ഗുണം ചെയ്യുള്ളൂ. ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഖുർആൻ നമുക്ക് അനുകൂലമായ സാക്ഷ്യവും തെളിവുമായിരിക്കും. എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് മരിക്കുന്നൊന്നും നമുക്കാർക്കും ഒരു ധാരണയില്ല. ഇപ്പോൾ മരിക്കുമോ, കുറച്ച് കഴിഞ്ഞിട്ട് മരിക്കുമോ, നാളെ മരിക്കുമോ, ആയുസ്സുണ്ടോ? അപ്പോൾ അതിന് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഖുർആനുമായി നിരന്തര ബന്ധം പുലർത്തണം. ഖുർആനെ നമുക്ക് അനുകൂലമായ സാക്ഷ്യമായി കിട്ടുന്നതിനാവശ്യമായത് നമ്മൾ സ്വയം ചെയ്യണം. ഒരായത്തുണ്ടെങ്കിലും നമ്മളതിലേക്ക് എത്തുക. അതാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളാവുക, സത്യവാന്മാരുടെ കൂടെ നിലകൊള്ളുക. മാ കാന ലി അഹ്ലിൽ മദീനത്തി, മദീനക്കാർക്ക് പാടുള്ളതല്ല, വമൻ ഹൗലഹു മിനൽ അഅറാബി, അവർക്ക് ചുറ്റുമുള്ള നാടോടികൾക്കും പാടുള്ളതല്ല, അയ്യതഖല്ലഫു അൻ റസൂലില്ലാഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പിന്മാറൽ, വലാ യർഗബു ബി അൻഫുസിഹിം, സ്വന്തത്തോട് താല്പര്യം കാണിക്കാനും പാടില്ല, അൻ നഫ്സിഹി, അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട്, ദാലിക ബി അന്നഹും, കാരണം അതെന്തുകൊണ്ടെന്നാൽ തീർച്ചയായും അവർ ലാ യുസീബുഹും ലമഉൻ, അവർക്കൊരു ദാഹം ബാധിക്കുന്നില്ല, വലാ നസബുൻ, ക്ഷീണവും ക്ലേശവും, വലാ മഹ്മസത്തുൻ, വിശപ്പും, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലും, വലാ യതഊന മൗത്തിഅൻ, അവരൊരു പ്രദേശത്തും ചവിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരൊരു ചുവടും വെക്കുന്നില്ല, യഗീദുൽ കുഫാറ, കാഫിറുകളെ, നിഷേധികളെ രോഷാകുലരാക്കുന്ന, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, യഗീദുൽ കുഫാറ, നിഷേധികളെ രോഷാകുലരാക്കുന്ന ഒരു സ്ഥലത്തും അവർ ചവിട്ടുന്നില്ല, വലാ യനാലൂന മിൻ അദുവിൻ നെയ്ലൻ, ശത്രുവിൽ നിന്ന് ഒന്നും അവർ നേടുന്നുമില്ല, ഇല്ലാ കുത്തിബലഹും, അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാതെ, ബിഹി, അവ കൊണ്ടൊക്കെയും, അമലുൻ സ്വാലിഹുൻ, സൽക്കർമ്മം. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ, സുഹൃതികളുടെ പ്രതിഫലം പാഴാക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം പൂർണ്ണമായി നൽകുന്ന സുഹൃതികളിൽ, മുഹ്സിനുകളിൽ നമ്മെ എല്ലാവരെയും രേഖപ്പെടുത്തുമാറാവട്ടെ.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب